അർത്ഥമുണ്ട്, അതോടെ ഇരിക്കട്ടെ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടോ? അർത്ഥം അറിയാത്ത എത്ര കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അലിഫ് ലാം മീം കാഫ് ഹാ യാ ഐൻ സാദ്. അതിന്റെ അർത്ഥം എന്താ? കാഫ് ഹാ യാ ഐൻ സാദ് 5 അക്ഷര മറിയം സൂറത്തിന് തലക്ക് അള്ളാഹു കൊണ്ടുവന്നത്. വലിയ ചർച്ചയാ അതൊക്കെ. ചില സൂറത്തിന് തലക്കിലാണല്ലോ ഈ പാസ്വേഡ് അള്ളാഹു വെച്ചിട്ടുള്ളൂ, കാഫ് ഹാ യാ ഐൻ സാദ്. ഇന്റർനെറ്റ് ലോകത്ത് പഠിപ്പിച്ചത് ഖുർആൻ. അതാ ഞാൻ പറഞ്ഞത്. ലോകത്ത് ഒരു മതഗ്രന്ഥത്തിലോ ഭഗവത്ഗീതയിലോ ബൈബിളിലോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ പാസ്വേഡ് വെച്ചിട്ടുള്ള അഭ്യാസം. അത് ഖുർആനിൽ മാത്രമേ ഉള്ളൂ. കാഫ് ഹാ യാ ഐൻ സാദ് മറിയം സൂറത്തിന്റെ തലക്ക് ഈ 5 അക്ഷരം കൊണ്ടുവരാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏറ്റവും സീരിയസ് ആയ സൂറത്ത് യാസീനല്ല, ഖുൽ ഹുവല്ലാഹു അഹദല്ല, അത് സൂറത്തു മറിയമാണ്. അതുകൊണ്ട് അതിന്റെ തലക്ക് 5 അക്ഷരം. എന്താ സംഭവം? പലു പറയാൻ 10 ദിവസമുണ്ട്. മറിയം യാ മറിയമോ അന്നാലക്കി ഹദാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഹദറത്തിലേക്ക് സ്വർഗ്ഗലോകത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോ ചോദിച്ചല്ലോ, മറിയമേ ഇത് എവിടുന്ന് വരുന്നതാണ്? മറിയം ബീവിയുടെ മറുപടി, ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് വരുന്നതാണ്. സ്വർഗത്തിലെ പഴങ്ങൾ ദുനിയാവിൽ ഭക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച മഹതിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. പരിശുദ്ധ ഖുർആനിൽ മറിയമിലേക്ക് വഹി അറിയിച്ചു എന്ന് വരെ പരാമർശമുണ്ട്. പ്രവാചകത്തിയാവാതിരുന്നത് പെണ്ണായതുകൊണ്ടാണ്. ആണായിരുന്നുവെങ്കിൽ പ്രവാചകനാവേണ്ടതാണ് വഹി കിട്ടിയാല്. ആ മറിയം ബീവിയുടെ കഥ പറയുന്ന സൂറത്ത് മറിയമിന്റെ തലക്ക് 5 അക്ഷരം പാസ്വേഡ് വെച്ചു കൊടുക്കാനുള്ള കാരണം 2000 ചില്ലാനം കൊല്ലം മുമ്പ് ഈസാ നബിയുടെ ഉമ്മയായ മറിയമിന്റെ ഗർഭപാത്രത്തില് ബാപ്പാനെ കൂടാതെ ഒരു കുട്ടി ജനിക്കുന്നു. നിങ്ങൾ ഈ വാല് കേൾക്കുന്ന തെന്നലയില് നാളെ നേരം വിളിച്ചാകുമ്പോ ഒരു പെണ്ണങ്ങാടി വന്ന് പറയാണ്, എനിക്ക് 8 മാസം പ്രഗ്നന്റ് ആണ്, ഞാൻ ഗർഭിണിയാണ്. അവളെ കല്യാണം കഴിച്ചിട്ടില്ല, രജിസ്റ്റേർഡ് വിവാഹവും കഴിച്ചിട്ടില്ല. അവൾ ആളുകൾ വിളിച്ചു കൂട്ടി, പള്ളിക്കമ്മിറ്റി ഇടപെട്ടു, നാട്ടുകാരെ ഇടപെട്ട് ചോദിച്ചു, അടി പെണ്ണേ, എവിടുന്ന ഈ 8 മാസം ഗർഭമുണ്ടാക്കിയത്? നിന്റെ ഭർത്താവുണ്ടോ? ഇല്ല. ആരാണ് ചെയ്തത്? പറ. അവള് പറയാണ്, ഇത് വെറുതെ ഉണ്ടായതാണ് എന്നൊരു പെണ്ണ് പറഞ്ഞാൽ നിങ്ങളും ഞാനും പറയും തലക്ക് വട്ടുപിടിച്ച കേസാണ്. എന്നാൽ പെണ്ണിന്റെ ഗർഭപാത്രത്തില് 2008 ആളറിയാത്ത കുട്ടി ജനിച്ചാൽ അതിന്റെ വാപ്പാനെ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ ഉണ്ട്. അതിന്റെ പേര് DNA എന്ന് പറയുന്ന ടെസ്റ്റാണ്. DNA ടെസ്റ്റ് നടത്തിയാല് ഒരു 25,000 രൂപ ചെലവഴിച്ചാല് ഏത് പിതൃത്വവും തെളിയിക്കാനുള്ള മെഡിക്കൽ ശാസ്ത്രം ഇന്ന് വികസിച്ചിട്ടുണ്ട്. എന്നാൽ 2000 കൊല്ലം മുമ്പ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയമിന്റെ വയറ്റിൽ പിറക്കുമ്പോ ലോകത്ത് DNA കോഡ് കണ്ടുപിടിച്ചിട്ടില്ല, ശാസ്ത്രം വളർന്നിട്ടില്ല. മറിയമിന്റെ വയറിങ്ങനെ വീർത്തു വരികയാണ്, പ്രസവത്തിനോടടുക്കുകയാണ്. നാട്ടുകാര് പറഞ്ഞു മറിയം പേച്ചു പോയിരിക്കുകയാണ്, വ്യഭിചരിച്ചിരിക്കുകയാണ്, പുരുഷനെ അപകൃത്തായി കയറി പിടിച്ചിരിക്കുകയാണ്, കാമുകനെ കൊണ്ട് ഗർഭം ധരിച്ചിരിക്കുകയാണ്, തേപിടിച്ചയാണ്, തെമ്മാടിച്ചയാണ്. മറിയമിനെ പറ്റി വളരെ മോശമായ പരാമർശം നടത്തിയപ്പോ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തമ്പുരാനെ, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, ആളുകൾ എന്നെ തേപിടിച്ചെന്ന് വിളിക്കുന്നു. മറിയം ബീവിയോട് അല്ലാഹു പറയുന്നു, ഡോണ്ട് ടോക്ക്, ലിസൺ. നീ ഒരക്ഷരം ഒരാളോടും പറയണ്ട. ആർക്കെങ്കിലും വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ വാപ്പാരാണെന്നറിയണമെങ്കിൽ കുട്ടിയോട് ചോദിക്കട്ടെ. വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ വാപ്പാരാണെന്ന് അറിയണമെങ്കിൽ കുട്ടിയോട് ചോദിക്കട്ടെ. മറുപടി പറയാൻ പറ്റുമോ? ഇപ്പൊ പറ്റുമോ? ഇപ്പൊ വലിയ സ്കാനിങ്ങും മണ്ണാങ്കട്ടൊക്കെ വന്ന കാലമാണല്ലോ. ഒരു 9 മാസം ഗർഭമുള്ള പെണ്ണിന്റെ ഭാര്യന്റെ അടുത്ത് ചെന്നിട്ട് വോയിസ് റെക്കോർഡ്, മൊബൈലിലുണ്ടല്ലോ വോയിസ് റെക്കോർഡ് കൊണ്ട് സാധനം പറഞ്ഞത് അവിടെ ഫീഡ് ചെയ്യണേ. അതുപോലെ വോയിസ് റെക്കോർഡിൽ ഒരു കോഡ് വയറ് വെള്ള വയറിന്റെ മേലെ കുത്തിയിട്ട് കുട്ടിയാരാ ചോദിച്ചാ മറുപടി ഉണ്ടാകുമോ? ഇല്ല. ഖുർആൻ പറയുന്ന മറുപടി ഉണ്ടാകും. ചോദിക്ക്, മറിയമിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിതാവ് ആരാണെന്ന് ആ വയറ്റിൽ കിടക്കുന്ന കുട്ടിയോട് ചോദിക്ക്. ചോദിച്ചില്ലേ?
അതല്ലേ റിഫായിമാല പറഞ്ഞത്? മകനോ മകളോന് ചോദിച്ച നേരത്ത് മകനാർ ആഹ്മദ് ബിറന്ന് ചൊന്നോവർ. ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഉമ്മ ഗർഭം ധരിച്ചു പോയ സമയത്ത് ബഗ്ദാദിലെ പെണ്ണുങ്ങൾക്കൊരു സംശയം. വയറ്റിൽ കിടക്കുന്ന റിഫായി ഷെയ്ഖിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി അഹ്മദ് അൽ കബീർ ആകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ? സംശയം ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കല്യാണമൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയൊണ്ടൊക്കെ ആയി ഒരു 2-3 മാസം കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ അടുത്ത വീട്ടുകാരും കുടുംബക്കാരും വേണ്ടപ്പെട്ടവരൊക്കെ പെണ്ണിന്റെ വിശേഷം അറിയാൻ ഈ വീട്ടിലേക്ക് വരും. എന്നിട്ട് അമ്മായിമ്മയെ വിളിച്ചു ചോദിക്കും, മരിയോൾക്ക് വിശേഷം വല്ലതുണ്ടോ എന്നതിന്റെ അർത്ഥം മരിയോൾക്ക് വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജലദോഷം ഉണ്ടോ പനിയുണ്ടോ എന്നല്ല. ആർ യു പ്രഗ്നന്റ്, അവള് ഗർഭിണിയാണോ എന്ന് അതിന്റെ അർത്ഥം. അതിന് കൊടുക്കുന്ന ഒരു മജാസിയായ കലാമാണ് വിശേഷം വല്ലതുണ്ടോ. പണ്ട് അഹ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ ആ പ്രസവിക്കപ്പെടാൻ പോകുന്ന കാലത്ത് ബഗ്ദാദിലെ പെണ്ണുങ്ങൾക്കൊരു കമന്റ് ഉണ്ടായിരുന്നു. എന്താ അത്? ചില പെണ്ണുങ്ങളുടെ വയറ് വല്ലാതെ അങ്ങനെ വീർത്തിരിക്കും. പ്രസവത്തിന് ശരീരത്തിന്റെ സൈക്കോളജിക്കൽ മെത്തേഡാ. ചില പെണ്ണുങ്ങളുടെ വയറ് വല്ലാതെ വീർക്കും. ചിലർക്ക് ടിൻസ് ആയിരുന്നാ പോലും, എന്ന് പറഞ്ഞാൽ ഇരട്ടക്കുട്ടികളായിരുന്നാ പോലും ചിലപ്പോ വയറ് കുറവേ ഉണ്ടാവും. ശരീരത്തിന്റെ പ്രകൃതിയാ. പക്ഷെ നാട്ടിൻപുറത്തൊരു നാടൻ മസാല ഉണ്ട്. എന്താ അത്? വയറ് വല്ലാതെ വീർത്ത പെണ്ണിന്റെ കുട്ടി ആണാണ്, വയറ് ചുരുങ്ങിപ്പോയാൽ പെണ്ണാണ്. റിഫായി ഷെയ്ഖിന്റെ ഉമ്മാനെ ഈ നിലക്ക് നാടൻ മസാല ഉപയോഗിച്ച് അവിടുത്തെ പെണ്ണുങ്ങൾ ഒന്ന് തമാശയാക്കിയതാ. തമാശ സാധാരണ പറയില്ല തമാശ. പക്ഷെ ഔലിയാക്കൾക്ക് ചിലപ്പോ തമാശ ഇഷ്ടപ്പെടില്ല, കറാമത്തായിട്ട് മറുപടി വരും. റിഫായി ഷെയ്ഖിന്റെ ഉമ്മാട് ബഗ്ദാദിലെ പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ല വയറ്റിൽ കിടക്കുന്നത് ആണാ പെണ്ണാ? ഉടനെ മറുപടി വന്നു, മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാറാഹിമതിക്ക് ബിറന്ന് ചൊന്നോവർ. വയറ്റിന്റെ അടിഭാഗത്തുനിന്ന് മറുപടി പറഞ്ഞു അഹ്മദ് അൽ കബീർ റിഫായി തങ്ങൾ. ബഗ്ദാദിലെ ഉമ്മമാരെ, അന അഹ്മദ് അൽ കബീർ റിഫായി, ഞാൻ അഹ്മദ് അൽ കബീറാണ്, ഞാൻ ആണാണ്, ഞാൻ കുത്തുബാണ്, ഞാൻ ഔലിയാക്കളിൽ കുത്തുബിന്റെ സ്ഥാനത്തുള്ള ആളാണ്. അന അഹ്മദ് അൽ കബീർ. ഗർഭപാത്രത്തിന്റെ ഉള്ളെന്ന് അഹ്മദ് അൽ കബീർ റിഫായി മറുപടി പറഞ്ഞു. എന്നാൽ അതിന്റെയും 1500 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് മറിയമിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുകയാണ് കൊച്ചുമോനായിക്കൊണ്ട്. ജെറുസലേമിലെ ബത്ലഹേമിലെ ജനങ്ങൾ വന്നുകൊണ്ട് വളഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, ആരാണടാ വയറ്റിൽ കിടക്കുന്ന കുട്ടി നിന്റെ തന്ത? ആരാണടി നിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശുവിന്റെ അച്ഛൻ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് മറുപടി പറയുന്നു, ജനങ്ങളെ, ഞാൻ ഈസ ഇബ്നു മറിയമാ, വാപ്പയില്ലാതെ ലോകത്ത് കുട്ടി ജനിക്കുന്ന ആദ്യത്തെ കുട്ടിയാണ്. ലോകശാസ്ത്രത്തിനെ ഞെട്ടിച്ച പ്രഖ്യാപനമാണത്. 2008 തെന്നലയിലെ മർക്കസിന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് പോലും അമേരിക്കയിലെ പെന്റഗണിലേക്ക് നിങ്ങൾ ടെലിഫോൺ ചെയ്ത് ചോദിക്കുക, പിതാവില്ലാതെ കുട്ടിയുണ്ടാകുമെന്ന്. ആദ്യം കണ്ടുപിടിച്ച വർഷം 2007 മോനെ. പിതാവില്ലാതെ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ കുട്ടിയെ ജനിപ്പിക്കാമെന്ന് അമേരിക്ക കണ്ടുപിടിച്ച വർഷം 2007 യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബി ബാപ്പയില്ലാതെ ഈ മറിയമിന്റെ വയറ്റിൽ ജനിച്ചതാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ സീക്രട്ടായി പറഞ്ഞത്, അതിന്റെ പാസ്വേഡ് 5 അക്ഷരമായി വെച്ചത് ആധുനിക ബയോളജിക്കുള്ള വെല്ലുവിളിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് സൂറത്ത് മറിയം പരിശുദ്ധ ഖുർആനില് 114 സൂറത്തുകളില് ഏറ്റവും സീരിയസ് ആയ സൂറത്തായത് കൊണ്ടാണ് അതിന്റെ തലയ്ക്ക് അല്ലാഹു കാഫ് ഹാ യാ ഐൻ സ്വാദ് 5 അക്ഷരം വെച്ചു കൊടുത്തു.
അതിന്റെ ആഴഭാഗത്തേക്ക് ഇനിയും കടന്നാൽ നമുക്കൊക്കെ എന്തിനാണ് അൽബക്കറയുടെ തലക്ക് അലിഫ്ലാമി വന്നത്? അതിനൊക്കെ വലിയ വലിയ സൈക്കോളജിക്കൽ ശാസ്ത്രീയമായ നിഗമനങ്ങളുണ്ട്. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും നമ്മുടെ കയ്യിലുള്ള അറിവ് നമ്മൾ നേടിയെടുക്കുന്ന വിജ്ഞാനം, ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്ന വിജ്ഞാനം, അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന അറിവ്, അത് നേടാൻ ഭാഗ്യം സിദ്ധിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ആർക്കെങ്കിലും അള്ളാഹു നാഫിയായ ഇൽമ നൽകപ്പെടുമ്പോൾ അധികരിച്ച ഖൈറുകൾ അതിന്റെ പിറകെ അള്ളാഹു നൽകും. ആ ഗണത്തിൽ അള്ളാഹു സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ തന്നില മർക്കസിന് വേണ്ടി നാട്ടിൽ നിന്നും സ്വദേശത്തു നിന്നും ധാരാളം ആളുകൾ സംഭാവന തന്നിട്ടുണ്ട്, തന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഇനിയും തരണം. അവർക്കെല്ലാം വേണ്ടി ഒരു ഫാത്തിഹ വിളിച്ച് നമുക്കൊന്ന് ദുആ ചെയ്യണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നിരവധി ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറിലേക്ക് നിയ്യത്ത് ചെയ്യണം. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സമ്മേളനം ഇവിടെ നടക്കുന്ന ഈ വേളയില് ഒരു ചെറിയൊരു ആക്സിഡന്റില് നമ്മുടെ സ്ഥാപനത്തിലെ ഒരു കുട്ടിയും ആ കുട്ടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറും വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. രണ്ടുപേരുടെയും അസുഖങ്ങളെ അള്ളാഹു ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ശിഫയാക്കട്ടെ. ആമീൻ. സാധുക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ രോഗങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ബാത്തിലാകാതെ കിടക്കുന്ന സിഹറുകളുണ്ട്, ശക്തമായിരിക്കുന്ന കണ്ണീറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരു ഫാത്തിഹ ലോക നേതാവിന്റെ ഹദറത്തിലേക്ക് മദീന മുനവ്വറയിലേക്ക് ശഅബാൻ മാസത്തിൽ വർഷിപ്പിച്ചുകൊണ്ട് നമ്മൾ മരിച്ചുപോയ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കിടക്കുന്ന എല്ലാ ഔലിയാക്കൾ സാലിഹീങ്ങളുടെ ഹദറത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു ഫാത്തിഹ ചൊല്ലിക്കൊണ്ട് ഒരു സലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്കൊരു എളിയ ദുആയോടുകൂടെ പിരിഞ്ഞു പോകാം. അതിനുവേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും ഒരൊറ്റ സെക്കൻഡ് ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറത്തി അർവാഹി ഔലിയാ ഇല്ലാഹി തആല മിൻ മശാരിക്കിൽ അർളി ഇലാ മഗാരിബിഹാ സഗീറൻ വകബീറൻ ദക്കറൻ